ഹലോ, നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയാണ്? നമ്മളൊരു ലോണിന് വേണ്ടി ബാങ്കിൽ അപേക്ഷിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എന്താണ് ഈ സിബിൽ സ്കോർ? ഈ സിബിൽ സ്കോറും നമുക്ക് ലോൺ തരുന്നതുമായിട്ട് എന്താണ് ബന്ധം? വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ആളാണോ അല്ലയോ എന്ന് ബാങ്കിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ ഒരു റേറ്റിംഗുമാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് സിബിലിൻ്റെ ഫുൾ ഫോം. ഇത് 1956 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള റിസർവ് ബാങ്ക് ലൈസൻസ്ഡ് ആയ ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിയാണ്. ബാങ്കുകളിൽ നിന്നും മറ്റ് അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ എടുക്കുന്ന ലോണുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടും ക്രെഡിറ്റ് കാർഡിൻ്റെ കമ്പനികളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടും ആണ് ഓരോ വ്യക്തിയുടെയും റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയും റീപേയ്മെൻറ്റ് ബിഹേവിയറും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക റേറ്റിംഗ് ഇവർ നൽകിക്കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ 2000-ലാണ് ഈ കമ്പനി ആരംഭിച്ചതെങ്കിലും 2007 മുതലാണ് സിബിൽ സ്കോറിംഗ് തുടങ്ങിയത്. 750 മുകളിലാണ് നിങ്ങളുടെ സിബിൽ സ്കോറെങ്കിൽ നിങ്ങളെ ഒരു എക്സലൻറ്റ് കസ്റ്റമർ ആയിട്ടാണ് ബാങ്ക് കാണുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് ലോൺസ് എല്ലാം വളരെ വേഗത്തിൽ ലഭിക്കാനും ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ കിട്ടുവാനും സാധ്യത ഉള്ള ഒരു കാറ്റഗറിയാണ് ഈ എക്സലൻറ്റ് കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സ്. 750 മുതൽ 900 വരെയാണ് എക്സലൻറ്റ് സ്കോറിങ് വരുന്നത്. ഇവർക്ക് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ്, പ്രീ അപ്രൂവ്ഡ് കാർ ലോൺസ്, ക്രെഡിറ്റ് കാർഡ്സ് വളരെ വേഗത്തിൽ ലഭ്യമാകും. ഇങ്ങനെ വളരെയധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് എക്സലൻറ്റ് കാറ്റഗറിയിലുള്ള 750 മുകളിൽ സിബിൽ സ്കോർ ഉള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കോർ 650-നും 750-നും ഇടയിലാണെങ്കിൽ നിങ്ങളെ ഒരു ഗുഡ് കസ്റ്റമർ ആയിട്ടാണ് ബാങ്ക് കാണുന്നത്. നിങ്ങൾ മുൻപെടുത്ത ലോണുകളെല്ലാം തിരിച്ചടച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ തരാൻ ബാങ്കിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ മുൻപ് പറഞ്ഞ എക്സലൻറ്റ് കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിന് കിട്ടുന്ന പ്രിവിലേജസ് ഒന്നും ലഭിച്ചോളണമെന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റിൽ ബാർഗെയിനിങ്ങോ കാര്യങ്ങളോ കിട്ടാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് താരതമ്യേന കുറഞ്ഞ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ലോണുകൾ ലഭിക്കാൻ ചാൻസുകൾ ഉള്ള ഒരു കാറ്റഗറിയാണ് ഈ 650-ൻ്റെയും 750-ൻ്റെയും ഇടയിലുള്ള ആളുകൾ. 550-ൻ്റെയും 650-ൻ്റെയും ഇടയിൽ സ്കോറുള്ള ആളുകളെ ഒരു ഏവറേജ് സ്കോറിംഗ് ആയിട്ടാണ് ബാങ്കുകൾ കാണുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലോണുകൾ ലഭിക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. മാത്രമല്ല, ലോണുകൾ ലഭിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ധാരാളം കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താരതമ്യേന നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞ 2 കസ്റ്റമേഴ്സിൻ്റെ അതിലേക്കാട്ടും ഉയർന്നു നിൽക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഈ 550-ൻ്റെയും 650-ൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഏവറേജ് കാറ്റഗറി കസ്റ്റമേഴ്സിന് നേരിടേണ്ടി വരും. 300 മുതൽ 550 വരെ സ്കോറുള്ള ആളുകളെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ബാങ്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഈ സ്കോറുള്ള ആളുകൾക്ക് മിക്കവാറും ബാങ്കുകൾ ലോൺ കൊടുക്കാൻ ചാൻസ് ഇല്ലാത്തതാണ്. മിക്കവാറും നമ്മൾ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവരത് റിജക്റ്റ് ചെയ്യുകയാണ് പതിവ്. ഈ സിബിൽ സ്കോർ എന്ന സിസ്റ്റം വരുന്നതിന് മുൻപ് ഒരു കസ്റ്റമറെ വിലയിരുത്താൻ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത് വളരെ ഈസി ആയിട്ട് ഒരു ക്ലിക്കിൽ ലഭ്യമാവുന്ന തരത്തിലാണ് ഈ സിബിൽ എന്ന കമ്പനി ബാങ്കുകൾക്ക് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ റീപേയ്മെൻറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ മുൻപ് പറഞ്ഞ പോലെ എക്സലൻറ്റ് റേറ്റിംഗ് ഉള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വളരെ നല്ലൊരു കുറവ് ലഭിക്കും. മാത്രമല്ല, ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറവായിരിക്കും. അവർക്ക് പ്രോസസ്സിംഗ് ഫീസിലും എല്ലാം വെയ്വറും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അപ്പം നന്നായിട്ട് ലോൺ എടുത്തിട്ട് നല്ല രീതിയിൽ തിരിച്ചടയ്ക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിഷ്യലാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. സിബിൽ സ്കോർ കുറവായത് കാരണം നിങ്ങളുടെ ലോണുകൾ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സിബിൽ സ്കോർ നമുക്ക് പടിപടിയായി ഉയർത്താൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള ടെക്നിക്സുകളും കാര്യങ്ങളുമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.